മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഗൾഫ് രാജ്യങ്ങൾ. യുഎഇയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ നാളെ ജോലി സമയത്തിൽ ഇളവ് അനുവദിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളുടെ പ്രവർത്തനം ഓൺലൈനിലേക്ക് മാറ്റാനും ചില എമിറേറ്റുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ പല GCC രാജ്യങ്ങളിലും ശക്തമായ മഴക്കും കാറ്റിനും സാധ്യതയുണ്ട്. നാളെ ചില ഭാഗങ്ങളിൽ പ്രതികൂല കാലാവസ്ഥ തുടരുമെന്നതിനാലാണ് തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫ്ലെക്സിബിൾ വർക്കിംഗ് രീതികൾ സ്വീകരിക്കാനാണ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ വിദൂര പഠന സാധ്യതകൾ പ്രയോജനപ്പെടുത്താമെന്ന് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി പറഞ്ഞു. പ്രവചനാതീതമായ കാലാവസ്ഥയിൽ ആളുകളുടെ സുരക്ഷയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ യുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കും അധികൃതർ അനുമതി നൽകിയിരിക്കുകയാണ്. പുറത്ത് ജോലി ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച കാലത്തുവരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് സൂചന. ദുബായ് ഉൾപ്പെടെ വിവിധ എമിറേറ്റുകളിൽ ഇന്ന് നേരിയ തോതിൽ മഴ ലഭിച്ചു. പലയിടങ്ങളിലും താപനില ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ UAE സജ്ജമാണെന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും സമിതി മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 ദുബായ്.